ഹായ് ഗേൾസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും സുന്ദരി ബ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായ നമ്മുടെ മിനിയേച്ചർ ഇത് അൺബോക്സിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്തത്, കാരണം ഞാൻ അത് മറന്നുപോയി അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അപ്പോൾ അത് അതിൽ ആ സാധനങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണുക വീഡിയോ. നമ്മൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ മിനിയേച്ചർ ഇത് വെച്ചിട്ട് നമ്മളൊരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണിച്ചു തരട്ടെ. ഇതാണ് മിനിയേച്ചർ സാധനങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഗ്യാസ് വെറുതെ ഉണ്ടോ, ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മാവാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ മാവ് ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ, ദേ കിടക്കുന്നു. തുടക്കട്ടെ. അത് തുടച്ച കയ്യോടെ തുടച്ച എനിക്ക് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് കിട്ടിയേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് വെറുതെ ഇരിക്കണല്ലേ, രണ്ടെണ്ണം അങ്ങനത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ വിചാരിച്ച് നമുക്കിത് ഇങ്ങനത്തെ സാധനങ്ങളില്ലേ, നമ്മുടെ സ്പൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇതിലായിട്ട് വെക്കാൻ വിചാരിച്ചു. ഓക്കെ, ഇതെല്ലാം കഴുകണം കേട്ടോ, കാരണം നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടത് കഴുകണം. അപ്പം ഇന്നില്ലേ, നമ്മൾ അച്ചാർ നമുക്ക് എടുക്കാം. അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നില്ല, കാരണം അത് കുറേ പണികളുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഇതാണ് അച്ചാറിൻ്റെ പാത്രം. ഇത് നമുക്ക് ലോക്കാക്കാം. നമ്മൾ കുഞ്ഞു പാത്രത്തിൽ നമുക്ക് ചെറുതിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്തൊക്കെയുള്ളത് വെച്ചാൽ ദോശയുണ്ട്, കട്ടൻ ചായ ഉണ്ട്, ഇപ്പം അച്ചാറുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ കട്ടൻ ചായ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ദോശ. നമ്മൾ ദോശ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് 2-3 ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ദോശ നോക്ക്. ഇത് ശരിക്കും ഗ്യാസിൽ ചെയ്തതാണ് കേട്ടോ. ഈ പാത്രം ഗ്യാസിൽ ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ദോശ. നമുക്ക് അച്ചാർ കൂട്ടിയിരിക്കും. നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കരിയൊക്കെ ഉള്ളത് അതൊന്നും ഉണ്ടാക്കാം. അങ്ങനത്തെ വാങ്ങിക്കാൻ പറ്റില്ല. നമ്മുടെ സ്റ്റീലിൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കാം. നിങ്ങൾ നോക്കുക. ഇപ്പോൾ പണ്ടത്തെ പോലെ ഇങ്ങനെ ചട്ടി വെച്ച് അങ്ങനത്തെ ഒരു ബ്ലാക്ക് കളറില്ലേ, അത് വെച്ചിട്ട് നിങ്ങൾ ആരും എടുക്കാൻ പാടില്ല. അത് നിങ്ങൾ എടുക്കാൻ പാടില്ല കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കൂലേ ദോശ, വെറുതെ വേസ്റ്റ് ആവും. കാരണം അത് നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ കരി അതിലോട്ട് പറ്റും. നമ്മൾ കഴുകിയാലും അത്
തന്നെ നമുക്ക് പറ്റും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇപ്പോൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ സിൽവർ എന്താ വെച്ചാൽ സ്റ്റീലിൻ്റെ നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇതായത് നമുക്ക് വിശ്വാസമായിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ നേരത്തെ കഴിച്ച് കഴിയുകൊണ്ട് എനിക്ക് അത്ര വിശപ്പില്ല. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നോക്കൂ, അച്ചാർ കൂട്ടി ഇത് പിടി പിടിക്കാം. കുറേ ഇടുന്നു കേട്ടോ ദോശ. നോക്കൂ, കുറേ ഉണ്ട്. അതുകൊണ്ട് ചത്തറൊന്നും വേണ്ട. അച്ചാർ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ പാത്രം പോലെ തോന്നും. പക്ഷെ ഇത്ര സാധനം അങ്ങനെ അടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ തോന്നുക. കട്ടൻ ചായ കുടിക്കും. അതൊക്കെ ശരിക്കും കട്ടൻ ചായയാണ്. ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ദോശ. ഇവിടെയാണ് നമ്മുടെ കട്ടൻ ചായ. ശരിക്കുള്ള കട്ടൻ ചായയാണ്. കണ്ടോ? ഓക്കെ, നമുക്ക് കട്ടൻ ചായ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ് കട്ടൻ ചായക്ക്. ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല, കാരണം ഇത്ര സൂപ്പർ സാധനം ഇതൊക്കെ ഫുള്ള് കുടിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ഇവിടെ മതി, ഫുള്ള് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതാണ്. ഇനി എനിക്ക് തോന്നുന്നത് ഫുള്ള് വീഡിയോ എന്ന് പറയാം. ഇനി ചിലപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് മിനിയേച്ചറിൻ്റെ ആയിരിക്കും. കഴിക്കുക, കുക്ക് ചെയ്യുക ഒക്കെ നമ്മൾ മിനിയേച്ചർ വെച്ചിട്ടായിരിക്കും. നമുക്ക് ഇതിന് ഞാൻ നേരത്തെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 200, ഒരു മിനിമം 200 ഒക്കെ ഉണ്ടാവും. 200 ആണ് ഇതിന് ഈ പൈസ വരുന്നത്. നിങ്ങൾക്ക് വേറെ കുറേ ഉണ്ട്, നമ്മുടെ ആമസോൺ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇങ്ങനത്തെയാണ്. ഇത് നമ്മുടെ ശരിക്കുള്ളത്. നോക്ക്, ഇതാണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം മറ്റേ നമ്മളെ ഭൂരിയൊക്കെ എടുക്കൂലേ, ആ സാധനം പോലെയാണ്. പിന്നെ ചോറെടുക്കണത് ഞാൻ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഒരു അപ്ലോഡ് ചെയ്ത ഇങ്ങനത്തെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ തീർച്ചയായിട്ടും എന്തായാലും എല്ലാവരും കാണണം. എല്ലാവരും നമ്മുടെ സുന്ദരി വ്ളോഗ്സിലേക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലവ് യു ആൻഡ് ബൈ.